ഇഷ്ടപ്പെട്ടു, നല്ല പടം, നല്ല സസ്പെൻസ് ത്രില്ലർ, നല്ല ട്വിസ്റ്റ്, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. പിന്നെ സാധാരണ സസ്പെൻസ് ത്രില്ലർ പടങ്ങളിൽ കാണാത്ത അമ്മ എന്നൊരു സെന്റിമെന്റ്സും കുറേ അത്തരം സെന്റിമെന്റ്സ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ്, അടിപൊളി പടം. വിനയേട്ടൻ്റെ മകൻ തന്നെ ഡയറക്ടർ, അത് തെളിയിച്ചു അദ്ദേഹം. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണോ? അല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം ആണ്. അതിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ മേക്ക് ചെയ്തു. വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്. എല്ലാ രീതിയിലും കുറച്ച് വ്യത്യസ്തത ഉണ്ട് പടത്തിന്. എന്തൊക്കെയായി നല്ല പടം, കണ്ടിരിക്കാം. വിനയൻ സാറിൻ്റെ മകൻ സംവിധാനം ചെയ്ത അടിപൊളി സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. പല രംഗങ്ങളും, പാട്ടുകളാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ്റെ മകനെ ഗംഭീരമായിട്ട് അഭിനയിച്ചു. പിന്നെ അഭിലാഷ് പിള്ള ചേട്ടൻ്റെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ കണ്ട വ്യത്യസ്തമായൊരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. സസ്പെൻസാണ്, പിന്നെ ഒരു കേസ് അന്വേഷണ സിനിമയാണ് മുന്നോട്ട് പോകുന്നത്. അതിലുപരി ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ നമ്മുടെ ചിന്താവിഷയ ശ്യാമളയ്ക്ക് ശേഷം സംഗീത ചേച്ചി തിരിച്ചു വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. അഭിലാഷ് പിള്ളയ്ക്കും വിഷ്ണു വിനയനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ അർജുനും അടിപൊളി സിനിമയാണ്. എല്ലാവരും കാണേണ്ട പടമാണ്, ഗംഭീര സിനിമ. മൂവി നന്നായിട്ടുണ്ട്. അഭിലാഷ് പിള്ള എന്താ സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല സ്ക്രിപ്റ്റാണ്. ഒരിക്കലും ഒരു ലാഗായിട്ടോ എവിടെയും വന്നിട്ടില്ല. വിഷ്ണു വിനയ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ എന്താ പറയുക, മലയാള സിനിമയിലെ തുടക്കം തന്നെ പറയാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അർജുൻ അശോകൻ, DOP എല്ലാം സൂപ്പറായിട്ടുണ്ട്. അർജുൻ അശോകൻ മൂവി സെലക്ഷനിൽ നമ്പർ 1 എന്ന് തന്നെ പറയാൻ പറ്റും. അത്ര നല്ല സെലക്ഷനാണ് മൂവി. സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലും ഒരു ലാഗോ ഒന്നുമില്ല. എല്ലാത്തരം ഓഡിയൻസിനെയും നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഷുവർ. താങ്ക് യു. ഗംഭീര പടം. നമ്മൾ മറ്റേ ക്ലൈമാക്സിലേക്ക് എത്തുന്തോറും നമ്മൾ ആ ഗ്രിപ്പ് ചെയ്യുന്നു. പിന്നെ ഒരു ഇമോഷണൽ അമ്മ മകൻ ബോണ്ട് എന്നുള്ള സാധനം ഗംഭീരമായിട്ട് ഒരു ഇമോഷണലി നിൽക്കുകയാണ്. അപ്പോൾ ആനന്ദ് ശ്രീബാല കണ്ടു. നമ്മുടെ അഭിലാഷ് പിള്ള നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ഗംഭീരമായിട്ട് അദ്ദേഹമാണ് റൈറ്റ് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ അശോകൻ ചേട്ടനാണ് ക്യാരക്ടർ ചെയ്യിക്കും. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിന്ന് നാട്ടിൽ സംഭവിച്ചു വന്ന കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം ഒരു ത്രില്ലർ നടത്തിയപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഷൈജു കുറുപ്പാണെങ്കിലും അസീസ്കി ആണെങ്കിലും നല്ല ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻ്റലായിട്ടും പിന്നെ അപർണദാസിൻ്റെ ഗംഭീരം നായകവേഷം വർക്കൗട്ടായപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം ത്രൂ ഔട്ട് സെൻറ്റിമെൻ്റലായിട്ടും മറ്റേ ഇൻവെസ്റ്റിഗേഷനായിട്ടും നല്ല ഗൗരവമായിട്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ത്രില്ലറായിട്ടാണ് പടം ഫീൽ ചെയ്തേക്കുന്നത്. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഒട്ടും ചോരാതെ പടം ഫസ്റ്റ് എൻഡിങ് വരെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അഭിലാഷിൻ്റെ എഴുത്തും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഡയറക്ഷനും മ്യൂസിക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നല്ല രീതിയിൽ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് പടം ഓൾറെഡി തന്നിട്ടുണ്ട്. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ്. ഒരു അമ്മ മകൻ ബോണ്ടൊക്കെ പടത്തിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ എല്ലാവരും പെർഫെക്റ്റായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തത്. സിദ്ദിഖിൻ്റെ, സൈജു കുറുപ്പിൻ്റെ, അർജുൻ്റെ ഒക്കെ പ്രകടനങ്ങൾ മികച്ചതായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ വൺ ടൈം വാച്ചുള്ള മൂവി തന്നെയാണ് ആൻസർ പോലെ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.